So next we have to deal with the scanning of image. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്പർ ഓഫ് ലൈൻസ് സ്കാൻ ചെയ്യുന്ന 625 നമ്പർ ഓഫ് ലൈൻസ് പെർ ഫ്രെയിം ആണ്. ആ ഒരു റേറ്റിലാണ് നമ്മൾ സിഗ്നലിനെ സ്കാൻ ചെയ്യുന്നത്, ഇമേജിനെ സ്കാൻ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണ്. അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആസ്പെക്ട് റേഷ്യോ കീപ്പ് ചെയ്യണം. ആ ഒരു കാര്യമൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ദെൻ ഇമേജ് കണ്ടിന്യൂറ്റി നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് 1/16 സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇമേജിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ സ്പീഡിൽ എന്ത് ചെയ്യണം? സിഗ്നലിനെ റൺ ചെയ്യിക്കണം എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. സോ ഇനി നമ്മൾ പറയുന്നത് ഓരോ ഇമേജിനെയും നമ്മൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ്. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഹൊറിസോണ്ടൽ സ്കാനിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. സോ ഒരു കാര്യം കൂടെ പറയാം. ഫ്രെയിം റെപ്പറ്റീഷൻ റേറ്റ് എന്ന് പറയുന്നത് 25 പെർ സെക്കൻഡാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. അതായത് ഒരു സെക്കൻഡിൽ 25 ഇമേജസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കാൻ ചെയ്ത് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ ഇമേജിനെയും നമ്മൾ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി സ്കാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു ഇമേജ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് ഒരു ഇമേജ് എങ്കിൽ നമ്മൾ ഈ ഇമേജിൽ കുറേ പിക്സൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കുറേ റോസും കോളംസും ഉണ്ട്. അതിനകത്ത് ഓരോ പോയിന്റും ഓരോ പിക്സലാണ്. അപ്പോൾ ഈ ഓരോ പിക്സലിലെയും ഇൻഫർമേഷൻ എനിക്ക് എന്ത് ചെയ്യണം? എടുത്തിട്ട് റിസീവറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി ഓരോരോ പിക്സൽസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും? ഓരോരോ പിക്സലിനെയും സ്കാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇറ്റ് ഈസ് ലൈക്ക് റീഡിങ് എ ബുക്ക്. നമ്മളൊരു ബുക്ക് റീഡ് ചെയ്യുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നതിന് സ്കാൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നുള്ള പിക്സൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് വരെയുള്ള ഒരു ലൈൻ പിക്സൽസിനെ സ്കാൻ ചെയ്യും. അതായത് ഈ ഒരു ലൈൻ ഇമേജിനെ സ്കാൻ ചെയ്യും. ദെൻ എഗെയിൻ എന്ത് ചെയ്യും? ഇവിടുന്ന് തുടങ്ങി നെക്സ്റ്റ് ലൈൻ നമ്മൾ സ്കാൻ ചെയ്യും. അതായത് ലൈൻ ബൈ ലൈൻ എന്ത് ചെയ്യും? നമ്മൾ ഓരോ പിക്സലിലെ ഡീറ്റെയിൽസിനെ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യാന്ന് വെച്ചാൽ ഓരോ പിക്സലിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ പിക്സലിന് ഒരു പർട്ടിക്കുലർ കളർ ഉണ്ടാവും. ആ കളറിന് ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടാവും. അതിന് ഇത്രത്തോളം വൈറ്റിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടാവും. ഒരു ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ ഉണ്ടാവും. ആ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്യുവാണ്? കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അതിനെയാണ് ശരിക്കും സ്കാനിങ് എന്ന് പറയുന്നത്. ആ ഇമേജിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇൻ ഓർഡർ ടു ട്രാൻസ്മിറ്റ് ടു ദ റിസീവർ. സോ നമ്മൾ സ്കാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൽ ഓരോ പോയിന്റിലെയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുവാണ്? സ്കാൻ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സിഗ്നൽ ഇവിടുന്ന് സ്കാൻ ചെയ്ത് നമ്മൾ ഇവിടെയും വരെ സ്കാൻ ചെയ്തു. തിരിച്ചെനിക്ക് എവിടെ വരണം? ഇവിടുന്ന് തുടങ്ങി എഗെയിൻ ഇങ്ങനെ സ്കാൻ ചെയ്യണം. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചെനിക്ക് എവിടെ വരണം? ഇങ്ങോട്ട് വരണം അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഈ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീംസിനെയാണ്. അതായത് ഒരു ഫോട്ടോ സെൻസിറ്റീവ് ഇമേജിലോട്ട് ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇലക്ട്രോൺ ബീംസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺ ബീം ഇവിടം വരെ മൂവ് ചെയ്തിട്ട് പെട്ടെന്ന് അത് എന്ത് ചെയ്യും? തിരിച്ച് ഇവിടോട്ട് വരും. അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിനെ നമ്മൾ ട്രേസ് എന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിനെ റീട്രേസ് എന്നുമാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡാർക്ക് ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്ന ട്രേസും ഡോട്ടഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തുവെന്നാണ്? റീട്രേസുമാണ്. ഇതിനകത്ത് ഈ റീട്രേസ് ടൈമിൽ അവിടെ എന്ത് നടക്കുന്നില്ല? ഡേറ്റ സ്കാനിങ് ഒന്നും നടക്കുന്നില്ല. കാരണം വെറുതെ എന്ത് ചെയ്യുവാണ്? ഇലക്ട്രോൺ ബീമിനെ നമ്മൾ തിരിച്ചിപ്പുറത്തോട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ട്രേസ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡേറ്റ സ്കാനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രേസ് റീട്രേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇമേജിൽ നമ്മൾ 625 ലൈൻസ്, അതായത് 625 ടൈംസ് ആയിരിക്കും എന്ത് ചെയ്യുക? ഇലക്ട്രോൺ ബീം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കുക. അപ്പോൾ 625 ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇമേജിനെ നമ്മൾ ഒരു ഇമേജിൽ
നമ്മൾ ടോപ്പ് ടു ബോട്ടം 625 ലൈനാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. സോ ഇങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രോൺ ബീംസിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം, എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ വേണം അല്ലേ. ഇവിടെ വെറുതെ ഇവിടെ ഇരിക്കുന്നൊരു ഇലക്ട്രോൺ ബീം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വെറുതെ ഇങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ ഇലക്ട്രോൺ ബീം ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റിയും ഇവിടെ ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ബീം പോസിറ്റീവ് ടെർമിനലിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ തിരിച്ച് ഞാൻ എന്ത് ചെയ്യണം, ഇലക്ട്രോൺ ബീമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് ഈ കാണുന്ന ഡോട്ടഡ് ലൈനിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിച്ച് ഞാൻ കൊണ്ടുപോകണം. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റിയും ഇവിടെ ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും അപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വരയ്ക്കുന്ന കുറച്ച് സോ ടൂത്ത് വേവ് ഫോംസ് ആണ്. ഇതിനകത്ത് ഇതാണ് ട്രേസ് ടൈം എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺ ബീം ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. തിരിച്ച് ഇതാണ് റീട്രേസ് ടൈം എന്ന് പറയുന്നത്. റീട്രേസ് ടൈമിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ബീം തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നോർമലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ട്രേസ് ടൈം എന്ന് പറയുന്നത് റീട്രേസ് ടൈമിനെ കഴിഞ്ഞും കൂട്ടിയായിരിക്കും വെച്ചേക്കുക. അതായത് റീട്രേസ് എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു കാര്യമാണ്. അതായത് തിരിച്ച് ഇലക്ട്രോൺ ബീമിനെ ഒറിജിനൽ പൊസിഷനിൽ കൊണ്ടുവരിക എന്ന് മാത്രമേ അതിന് പർപ്പസ് ഉള്ളൂ. അപ്പോൾ റീട്രേസ് ടൈം നമ്മൾ കുറച്ച് വെക്കും. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ട്രേസ് ടൈം ആയിരിക്കും എപ്പോഴും എങ്ങനെ ഉണ്ടാവുക, കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ സ്കാനിങ്. അപ്പോൾ ലൈൻ ബൈ ലൈനായിട്ട് ഒരു ഇമേജിനെ സ്കാൻ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ബീം ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കും. ദാറ്റ് ഈസ് നോൺ എസ് ട്രേസ്. ആൻഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഈസ് നോൺ എസ് റീട്രേസ്. ആൻഡ് വൈൽ ദ മൂവിങ് മോഷൻ ദാറ്റ് ഈസ് ഡ്യൂറിങ് ട്രേസ് പീരിയഡ് വി വിൽ സ്കാൻ ദ ഇമേജ്. അപ്പോൾ ട്രേസ് ടൈമിലാണ് ഇമേജിനെ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ സോ ടൂത്ത് വേവ് ഫോമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ട്രേസ് പീരിയഡ്, ഇതെന്ന് പറയുന്നത് റീട്രേസ് പീരീഡുമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റാസ്റ്റർ കാണിച്ചിട്ടുണ്ട്. ഒരു റാസ്റ്റർ എന്ന് പറയുന്നത് സിംപ്ലി വൺ ഇമേജ്, ഒരു ഇമേജിനെയാണ് ഒരു റാസ്റ്റർ എന്ന് പറയുന്നത്. ഒരു റാസ്റ്ററിനകത്ത് 625 ലൈൻസ് ഉണ്ട്. അതിനകത്ത് ഇതാണ് ട്രേസ് പീരീഡ് ആൻഡ് ദിസ് ഇസ് റീട്രേസ് പീരീഡ്. ഒരു ട്രേസ് പീരീഡും ഒരു റീട്രേസ് പീരീഡും ചേരുന്നതാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ഡിഫ്ലക്ഷൻ. അതായത് നമ്മൾ പറഞ്ഞ ഇമേജിനകത്ത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും കൊടുത്ത് ഇതിനെ ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. ആ ഒരു ഡിഫ്ലക്ഷൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ട്രേസും ഒരു റീട്രേസും ചേരുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൺ സൈക്കിൾ ഓഫ് ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന് പറയാം. സോ നെക്സ്റ്റ് ഈസ് വെർട്ടിക്കൽ സ്കാനിങ്. വെർട്ടിക്കൽ സ്കാനിങ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതുമ്പോൾ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് റീഡ് ചെയ്യുന്നത്. അങ്ങനെ റീഡ് ചെയ്ത സമയത്ത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ലൈൻ വായിച്ചു, ദെൻ നെക്സ്റ്റ് ലൈൻ വായിക്കും. അങ്ങനെ നമ്മൾ വായിച്ച് എവിടെ വരെ എത്തും, ബോട്ടം ലൈൻ വരെ എത്തും. ദാറ്റ് ഈസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇൻ അഡീഷൻ ടു ദാറ്റ് അതേസമയം എന്തും കൂടെ മൂവ് ചെയ്യുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റും ഉണ്ട് അല്ലേ. കാരണം എന്താ, ഒരു ലൈൻ വായിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ ലൈൻ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ശരിക്കും എന്താണ്, ഒരു വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ സ്കാനിങ്ങിൻ്റെ കേസിലും നമ്മൾ ഒരു ലൈൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് താഴത്തെ ലൈൻ സ്കാൻ ചെയ്യണം. അതായത് ഇലക്ട്രോൺ ബീം ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനോടൊപ്പം എങ്ങനെ മൂവ് ചെയ്യണം, ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ലൈൻ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വെർട്ടിക്കലി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണം. അതായത് ഇലക്ട്രോൺ ബീമിൽ ഇങ്ങനെ ഒരു പൊളാരിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. അതായത് കറസ്പോണ്ടിങ്ങിൽ ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യുന്നുണ്ട്, ബോട്ടം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ എസ് വെർട്ടിക്കൽ സ്കാനിങ്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഒരു പർട്ടിക്കുലർ സോ ടൂത്ത് വേവ് ഫോം യൂസ് ചെയ്യും. കാരണം വെർട്ടിക്കൽ മൂവ്മെൻറ്റിൽ റീഡ് ചെയ്ത് താഴെ വന്നു, നെക്സ്റ്റ് ഇമേജ് റീഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, തിരിച്ച് ഇലക്ട്രോൺ ബീം മേളിലേക്ക് പോകണം. ദാറ്റ് ഈസ് വെർട്ടിക്കൽ റീട്രേസ്. സോ ദർ ഈസ് വെർട്ടിക്കൽ ട്രേസ് ആൻഡ് റീട്രേസ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാം, ഇലക്ട്രോൺ ബീം ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് ട്രേസ് ആണ്. തിരിച്ച് നോക്കിയേ, ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് പോകുന്നത് റീട്രേസ് ആണ്.
അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയ ഇമേജ് ഇവിടെ വന്നു, റീഡ് ചെയ്ത് ഓരോ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്ത് ഇവിടം വരെ വന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇത് തിരിച്ച് ഇവിടേക്ക് പോകണം. അപ്പോൾ ഇനീഷ്യലി നമ്മളിവിടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പൊളാരിറ്റി അപ്ലൈ ചെയ്തപ്പോൾ ഇലക്ട്രോൺ ബീം ബോട്ടം ഡയറക്ഷനിലേക്ക് വന്നു. തിരിച്ച് മൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? പൊളാരിറ്റി നമ്മൾ തിരിച്ചു കൊടുത്തു. ഹിയർ ഇറ്റ് ഈസ് മൈനസ്, ഇറ്റ് ഈസ് പ്ലസ്. അപ്പോൾ റീട്രേസ് ടൈമിൽ എന്ത് ചെയ്തു? ഇലക്ട്രോൺ ബീം മേളിലേക്ക് പോയി. ദാറ്റ് ഈസ് നോൺ എസ് വെർട്ടിക്കൽ സ്കാനിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് വെർട്ടിക്കൽ റീട്രേസ് കാണിച്ചേക്കുന്നത്. ഇലക്ട്രോൺ ബീം മൂവ് ചെയ്ത് തിരിച്ചെവിടെ എത്തി? അപ്പർ പോർഷനിലേക്ക് എത്തി. സോ ദാറ്റ് ഈസ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്കാനിങ്. അപ്പോൾ ഈ സ്കാനിങ്ങിൽ നമ്മൾ പൊളാരിറ്റി അപ്ലൈ ചെയ്തു, സോ ടൂത്ത് വേവ് ഫോം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ആണ്. അതായത് 2 പ്ലേറ്റ്സ് വെച്ചിട്ട് നമ്മൾ പൊളാരിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക, സ്കാനിങ്ങിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ.